സ്വന്തം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറിന്റെ ചാര തന്നെ മാറാത്ത എത്രയോ സാധുക്കളുണ്ട്. ഞാന് കോഴിക്കോട് ചാലിയത്ത് പഠിക്കുമ്പോ എനിക്ക് ഭക്ഷണം തന്നൊരു വീട്ടുകാരുണ്ട്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് കബറിലാണ്. റഹ്മാനെ, കബറിന് വിശാലമാക്കണേ റബ്ബേ. എവിടെ വഴന്നു പറഞ്ഞാലും അതിന്റെ പ്രതിഫലങ്ങൾ ആ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അസാധുവായ ഉമ്മ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊന്ന് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ബ്ലഡ് ക്ലോട്ടായി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് വെന്റിലേറ്ററിൽ കയറ്റി. അവിടെ നിന്ന് അവസാനം എന്റെ പ്രിയപ്പെട്ടവർ ഡോക്ടർമാർ വിധി എഴുതി, ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടാം. അങ്ങനെ ഒരു ദിവസം മഗ്‌രിബിന്റെ സമയമായപ്പോൾ ഞാനടക്കം ആ ഹോസ്പിറ്റലിലുണ്ട്. ആ പ്രിയപ്പെട്ട മക്കള് ഞങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ നിൽക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മക്കള് വെന്റിലേറ്ററിന്റെ അകത്ത് നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് ഇറങ്ങി വരിക. ഞാൻ എന്താ പറ്റിയേ? ഉസ്താദെ, ഉമ്മിച്ച് അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കത്തുള്ളെന്ന ഉസ്താദെ ഡോക്ടർമാര് പറയണേ. ഞാൻ ആ ഹോസ്പിറ്റലിനകത്ത് വെന്റിലേറ്ററിന്റെ അകത്ത് ആദ്യമായിട്ട് ഞാൻ കയറിയിട്ട് ഞാൻ ആ പ്രിയപ്പെട്ട ഡോക്ടറിനോട് ചോദിച്ചു, എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ, ഉമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞത്, ആളെ ഇപ്പോഴേ എക്സ്പയർ ആയി, ആള് മരിച്ചുപോയി. മക്കളോട് ഞാനത് പറയാത്തതാ, ആള് തീർന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അവസാനമായി ചൊല്ലിക്കൊടുക്കേണ്ട വചനങ്ങൾ നിങ്ങൾ ആ ഉമ്മക്ക് ചൊല്ലിക്കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വെന്റിലേറ്ററിനകത്ത് കയറി. എനിക്ക് ഭക്ഷണം തന്ന ഉമ്മ, എനിക്ക് വസ്ത്രം അലക്കി തന്ന എന്റെ പ്രിയപ്പെട്ട ചെലവ് വീട്ടിലെ ഉമ്മ, ആ ഉമ്മയുടെ ചാരത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ ആ ഉമ്മയുടെ വയറ്റിലും മൂക്കിലും നെഞ്ചിലുമെല്ലാം നിരവധി വയറുകൾ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ വെച്ചിരിക്കാം. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ ഉമ്മയുടെ ചാരത്ത് എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും ആ പ്രിയപ്പെട്ട ഉമ്മയുടെ തൊട്ടടുത്തുള്ള ഒരു ബോർഡില്, ഒരു ഡിജിറ്റൽ ബോർഡിൽ എന്റെ പ്രിയപ്പെട്ടവരെ 50, 40, 30, 20 എന്നിങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്ന അവസാനം 5 എന്നടിച്ചപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട നേഴ്സുമാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പുറത്തേക്ക് ഇറങ്ങണം, ആള് മരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് ഞങ്ങൾക്ക് ഉസ്താദെ കഫൻ പുടവയിലേക്ക് പൊതിയണം, ഞങ്ങൾക്കത് പാക്ക് ചെയ്യണം ഉസ്താദെ. കാണിക്കേണ്ടവരെ കൊന്ന് ഈ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചോ. ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട ഉപ്പയെ, ഭർത്താവിനെ ഒന്ന് ഈ ഉമ്മയുടെ മയ്യത്ത് കാണിക്കണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞാൻ താഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ ഉമ്മയെന്ന് കാണണം, നിങ്ങളുടെ ഭാര്യയെ നമുക്കൊന്ന് കാണണം. ആ ഉപ്പ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കൈ പിടിച്ചിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി വന്നു. സുബ്ഹാനല്ലാഹ്. കേറി വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം കാണുമ്പോ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് എനിക്ക് കാണണ്ട ഉസ്താദേ, എനിക്ക് അവള് പോണത് സഹിക്കാൻ കഴിയില്ല ഉസ്താദേ. ഞാൻ മരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പിതാവിന്റെ പ്രിയപ്പെട്ടവരെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാ. ഞാൻ പിന്നെയും വലിച്ചിട്ട് പറഞ്ഞു, ഉപ്പ നമുക്ക് കാണണ്ടേ. അങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വെന്റിലേറ്ററിന്റെ അകത്തേക്ക് ആ ഉമ്മയുടെ മയ്യത്തിന്റെ ചാരെ ഞാൻ ആ പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുപോയി ഉമ്മയുടെ ചാരത്ത് നിർത്തി. അവസാനം ഒരുപാട് നേരം ആ ഉമ്മയുടെ ചാരെ ആ പ്രിയപ്പെട്ട ഉപ്പ നിന്നിങ്ങനെ കരഞ്ഞു. നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇറക്കണം, പ്രിയപ്പെട്ട പിതാവിനെ ഇറക്കണം, ബാപ്പയെ ഇറക്കണം, ഞങ്ങൾക്ക് ഇവരുടെ മയ്യത്ത് ഞങ്ങൾക്ക് പൊതിയണമെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉപ്പയോട് ഞാൻ പറഞ്ഞു, ഉപ്പ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, നമുക്ക് വീട്ടിലേക്ക് പോകാം, മയ്യത്ത് അവിടേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോ ഉസ്താദേ, എന്നോട് ആ സഹോദരൻ പറയും, ഉസ്താദേ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവസാനമായിട്ടൊരു കാര്യം പറയണം ഉസ്താദേ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് എനിക്ക് അവസാനമായി ഒരു വചനം എനിക്ക് പറയാനുണ്ട് ഉസ്താദേ. ആ പ്രിയപ്പെട്ട ഉപ്പ എന്റെ കൈ ഇങ്ങനെ മാറ്റിയിട്ട് ആ വയറിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കണ ഉമ്മയോട് സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ട ബാപ്പ ഇങ്ങനെ ചെവിയുടെ ചാരത്ത് നിന്നിട്ട് പറയാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ, ഇത്ര വർഷം നീ എന്റെ കൂടെ ജീവിച്ചു, എന്റെ കൂടെ സന്തോഷത്തിലും എന്റെ കൂടെ സങ്കടത്തിലും എന്റെ കൂടെ ദാരിദ്ര്യത്തിലും എല്ലാം നീ എന്റെ കൂടെ ജീവിച്ചു. എനിക്ക് ഇത്ര മക്കളെ നീ എനിക്ക് തന്നു, നീ എന്റെ കൂടെ എല്ലാം പൊരുത്തപ്പെട്ട് ജീവിച്ചവളാ. എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല, നിന്നെ ഞാൻ വിട പറയുകയാണ്, നാളെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും എന്ന് സ്വന്തം ഭാര്യയുടെ മയ്യത്തിന്റെ ചെവിയിൽ പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പിതാവിന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാം. ഇന്നും ചാലിയത്ത് പോയാൽ അവിടുത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഓരോ വക്കത്തിന് ശേഷവും ആ പ്രിയപ്പെട്ട പിതാവ് നിന്നുകൊണ്ട് കരയുന്നത് കാണാം. കാരണം എന്നെ പ്രിയപ്പെട്ട ഭാര്യ വിട പറഞ്ഞ് സഹിക്കാൻ കഴിയണില്ല. മോനെ, ഉള്ളപ്പോൾ അതിന്റെ വില അറിയൂല, അതാ പറയണേ. കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇവിടെ 60 വയസ്സ് വരെയല്ല ഒരുമിച്ച് ജീവിക്കണ്ടേ, ഇവിടെ 40 വയസ്സ് വരെ ഒരുമിച്ച് ജീവിക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ മടിയിൽ തല വെച്ചിട്ട് മരിക്കാൻ കഴിയണം. മരിക്കുമ്പോ സ്വന്തം ഭാര്യയുടെ തലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ തല വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് മരിക്കാൻ കഴിയണം. ചില ആളുകളുണ്ട്